Assalamu alaikum, welcome back to my channel. അപ്പോൾ നമ്മുടെ ക്യാമറയിലൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. രാവിലെ എണീച്ചിട്ട് മുഖമൊക്കെ കുറച്ച് വീർത്തിരിപ്പുണ്ട്. ഡോണ്ട് മൈൻഡ്, ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നലെ ബേബി പുറത്ത് പോണ വ്ളോഗ് ചെയ്തായിരുന്നു. ആക്ച്വലി എപ്പോഴും ഹോസ്പിറ്റൽ പോയതാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടി. പക്ഷെ അത് നടന്നില്ല ബിക്കോസ് ഹി വാസ് നോട്ട് വെൽ. ചുമ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചുമയൊക്കെ മാറട്ടെ എന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ വന്നു. വേറെ കാര്യങ്ങളൊക്കെ നടന്നു. മന്തിയൊക്കെ ടൈറ്റിലടിച്ച് റിട്ടേൺ വന്നു നമ്മൾ. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ചെയ്യുന്ന കാര്യം, ഐ ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ. അത് ചെയ്യാം ആദ്യം. ഇതെനിക്ക് കുറേ മാസങ്ങളെന്ന് പറയാം, മാസങ്ങളല്ല വർഷങ്ങൾ ആയിട്ടുള്ള ഒരു ശീലമാണ് ഇത്. നിങ്ങളിലും പല ആൾക്കാരുണ്ടാവും എണീക്കുമ്പോൾ തന്നെ വാട്ടർ കുടിക്കുന്നത്. ആൻഡ് സം പീപ്പിൾ ഡ്രിങ്ക് ഇറ്റ് വിതൗട്ട് ബ്രഷിങ്. ചില ആൾക്കാർ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ്, ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നത്. വിതൗട്ട് ബ്രഷിങ് എനിക്ക് പറ്റൂല. പിന്നെ വിതൗട്ട് ബ്രഷിങ് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയും. ലൈക്ക് എങ്ങനെ അറിയും, നമ്മൾ നൈറ്റ് ഉറങ്ങൂലേ അപ്പം ബ്രഷ് ചെയ്യണം, എന്നിട്ട് രാവിലെ എഞ്ചു കുടിക്കണമെന്ന്. ബിക്കോസ് രാവിലെ നല്ല ബാക്ടീരിയസ് ആയിരിക്കും നമ്മളെ വായിൻ്റെ ഉള്ളിലിരിക്കണത്, ഉള്ളിൽ പോകണത് നല്ലതാണെന്ന് പറയും. ബട്ട് ഐ എം നോട്ട് സോ കംഫർട്ടബിൾ. അതുകൊണ്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വാട്ടർ വേണം. സെയിം ശീലം തന്നെ ഞാൻ എബ്രോണും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ഈ എബ്രോനെ ബ്രഷ് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് വേൾഡ് വാർ പോലെയാണ് ഗൈസ്. ബട്ട് സ്റ്റിൽ ഐ ഡു ഇറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ബോട്ടിൽ 2-3 സിപ്പ് എടുക്കും. അവൻ കുറേ കുടിക്കാറില്ല, ബട്ട് സ്റ്റിൽ ഹി നീഡ്സ് ദാറ്റ്. അപ്പോൾ 2-3 സിപ്പ് എടുക്കും. ഞാനാണെങ്കിൽ എൻ്റെ ബോട്ടിൽ ഒരു ഹാഫ് ബോട്ടിലെങ്കിലും കുടിക്കും. ഇപ്പോൾ വീട്ടിൽ ഞാൻ ഒറ്റക്കാണ്. അതുകൊണ്ടാണ് പീസ്ഫുള്ളി എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുന്നത്. അത്ര പീസ്ഫുള്ളി അല്ലല്ലേ, സൗണ്ടൊക്കെ കേൾക്കാം വണ്ടിയുടെ. ഞാൻ വാതക്കലിരുന്നിട്ടാണ്, വാതക്കല്ല ഡോർ തുറന്നിട്ടാണ് ചെയ്യണത് വ്ളോഗ്. സോഫയിലിരിക്കും. ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയല്ലോ. മിനിഞ്ഞാന്ന് ഈ സോഫ ഒക്കെ മൊത്തം ക്ലീനാക്കി ഞാനും ബേബി. ഫുള്ള് പൊടിയൊക്കെ ആയിരുന്നു. സോഫ എന്ന് പറയുമ്പോൾ വി ഡോണ്ട് ക്ലീൻ ഇറ്റ് യൂഷ്വലി, റൈറ്റ്? ലൈക്ക് ഐ മീൻ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യാറില്ലല്ലോ, ജസ്റ്റ് തട്ടിയെടുക്കുള്ളൂ. ഇത് നീറ്റായിട്ട് ക്ലീനാക്കി. പിന്നെ സോഫയുടെ അടിയിലൊക്കെയുള്ള കുറേ ഐറ്റംസ് സൈഗും എബ്രു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി. കാണാത്ത ടോയ്സൊക്കെ അവിടെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി നല്ലോണം അടിച്ച്. ബേബിയാണ് ആക്ച്വലി ഒരു 70% പണി ചെയ്തത്. ഞാൻ പിന്നെ ജസ്റ്റ് തുടക്കാനോ അടിക്കാനോ ഒക്കെ ഹെൽപ്പ് ചെയ്ത്. രാവിലെ എണീക്കുമ്പോൾ ഫേസ് നമ്മളെ ഇങ്ങനെ ഒരു എന്താ പറയുക വീർത്തിരിക്കും. അത് മാറണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ബാത്ത് ഷവർ കഴിയണം, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ പണിയൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ. എല്ലാവരും ഫേസ് അങ്ങനെ. എൻ്റെ പിന്നെ ഇച്ചിരി കുറവാണ്. സോനു പറയും, സോനു എപ്പോഴും ഭയങ്കര ഇങ്ങനെ വീർത്തത് ഫീൽ ആവുമെന്ന് പറയും. സംടൈംസ് നമ്മൾ നൈറ്റ് ഷുഗറൊക്കെ കഴിക്കുമ്പോൾ അത് കൂടണേന്നാണ് പറയണേ ആൾക്കാർ. അങ്ങനെ ഷുഗർ കട്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നില്ല. ഡയറ്റ് ചെയ്യുമ്പോൾ ഐ എം തിങ്കിങ്, എങ്ങനെയാണ് ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്ര സ്ട്രോങ് ആവണത്? ലൈക്ക് ഐ നെവർ യൂസ് ടു ഹാവ് ഷുഗർ. തൊട്ടുന്നുണ്ടായിരുന്നില്ല. ആൻഡ് പ്രോപ്പർ ഫുഡ്. നിങ്ങളെൻ്റെ വെയിറ്റ് ലോസ് എങ്ങനെയെന്ന് ചോദിക്കുക. ഞാൻ കഷ്ടപ്പെട്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്ത്. അല്ലെങ്കിൽ ഞാൻ നല്ലോണം തടി വെച്ചിട്ടുണ്ടായിരുന്നേനെ. ഇപ്പോൾ ഐ യൂസ് ടു ഡു എ പ്രോപ്പർ ഡയറ്റ്, വർക്കൗട്ട്സ്, കുറേ സ്റ്റെപ്സ്, 5,000 10,000 സ്റ്റെപ്സൊക്കെ നടക്കുമായിരുന്നു. ഞാൻ അപ്പോൾ ഒന്നും വ്ളോഗ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നില്ല ഞാൻ. സോ അതൊക്കെ ചെയ്ത് തന്നെയാണ് മെലിഞ്ഞത്. ഇപ്പോൾ എബ്രു സ്റ്റിൽ ഹീസ് ഹാവിങ് ഫീഡ്, റൈറ്റ്? അപ്പോൾ എന്ത് കഴിച്ചാലും അത്ര പെട്ടെന്ന് തടിക്ക് പിടിക്കൂല, അതൊരു ഫാക്റ്റ് ഉണ്ട്. പക്ഷെ എൻ്റെ തടി ഉണ്ടായിരുന്നു പ്രസവിച്ചപ്പോൾ കണ്ടല്ലേ, പ്രഗ്നൻസിയിലൊക്കെ മൂക്കും മുഖവും എല്ലാം വീർത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറഞ്ഞത് വർക്കൗട്ട് ചെയ്ത് തന്നെയാണ്. ഇപ്പോൾ ഐ എം സ്റ്റിൽ മെയിൻറ്റെയിനിങ്. ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കും, ബട്ട് സ്റ്റിൽ എബോ ഫീഡ് എടുക്കണോണ്ടിട്ട് ഐ എം നോട്ട് ഗെയിനിങ് വെയിറ്റ് സോ റാപ്പിഡ്ലി. പെട്ടെന്ന് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാറില്ല.
അതാണ് സോനുവിടെ പറയുന്നത്. ഞാനും അവളും എല്ലാം സെയിം തിന്നും. ലൈക്ക് പിള്ളേരെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി വരുമ്പോൾ സോന എന്തെങ്കിലും കൊണ്ടുവരും കഴിക്കാൻ, പൂച്ച. അപ്പോൾ ഞാനും സോനു ഇങ്ങനെ കഴിക്കും. ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് ഗെയിനിങ് വെയിറ്റ്, ഷീസ് ഗെയിനിങ്. അപ്പോൾ സോനു പറയും മമ്മ കോളാക്കും, എൻ്റെ മമ്മ വീഡിയോ കോളാക്കും. മമ്മ സ്റ്റിൽ തിങ്കിങ് ഞാനൊന്നും കഴിക്കൂല, അതുകൊണ്ടാണ് മെലിഞ്ഞിട്ടിരിക്കണത്. അപ്പോൾ ഇന്നലെ വീഡിയോ കോളിൽ സോനു വാസ് ലൈക്ക് മമ്മ ഇവളെല്ലാം കഴിക്കും, എന്നെക്കാൾ കൂടുതൽ കഴിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അവൾ തടി വെക്കണില്ല, മമ്മ അത് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ മമ്മ ഷി വാസ് ആസ്കിങ് മീ, എന്നാ നീ മെലിയനല്ലേ, എബ്രു മതി എന്നാ ഫീഡ് എടുത്തത്, ഇപ്പോൾ 1.5 year ആവാറായില്ലേ. ഐ വാസ് ലൈക്ക് നോ നോ നോ, ലെറ്റ് ഹിം. അതോർത്ത് മമ്മ ടെൻഷൻ ആക്കണ്ട, ലെറ്റ് ഹിം ടേക്ക് ദ ഫീഡ്, ഫീഡ് ചെയ്തോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്കിഷ്ടമില്ല അങ്ങനെ, ഇപ്പോൾ 1.5 year അല്ലേ ആയിട്ടുള്ളൂ പാവം. ആൻഡ് ഇറ്റ്സ് ഹെൽത്തി ആക്ച്വലി. സോ യാ വാട്ട്സ് എവർ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഓൾവേസ് സോനു ആണ് പ്രിപ്പയർ ചെയ്യണത്. ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യും. ആൻഡ് ഞാൻ എപ്പോഴും ലഞ്ചാണ് പ്രിപ്പയർ ചെയ്യണത്. ഇതിങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതൊന്നും അല്ല. സോനു ബ്രേക്ക്ഫാസ്റ്റേ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ മഷു ലഞ്ചേ പ്രിപ്പയർ ചെയ്യണമെന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതല്ല. വി ലവ് ടു ഡു, ബിക്കോസ് രാവിലെ തന്നെ പിള്ളേർ പോകുമല്ലോ സ്കൂളിൽ. അപ്പോൾ സോനു എണീക്കുമ്പോൾ ഷിൽ ഡു ദാറ്റ്. ആൻഡ് ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം, കറി ചോറ് അങ്ങനെയൊക്കെ. സോ ഇന്ന് ഫിഷ് ഉണ്ട്, ഫിഷ് മേടിച്ചു നമ്മൾ, അയില, പിന്നെ വേറൊരു ഫിഷ് ഉണ്ട്, അതെനിക്കിഷ്ടമല്ലോ. അപ്പോൾ അത് ഫിഷ് ഫ്രൈയും ഫിഷ് ഗസി എന്ന് പറയുമോ നമ്മൾ, റെഡ് കളർ മുളക് കറി, അത് വെക്കണം. ആൻഡ് നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വേർ ഈസ് സോനു, വേർ ഈസ് ബേബി, വേർ ഈസ് എബ്രു. സുനു സൈഗു സ്കൂളിൽ പോയി. സോനു ആൻഡ് എബ്രു അപ്പുറത്തെ ആൻറ്റിയുടെ വീട്ടിലാണ്. ഞാൻ എൻ്റെ വേറെ വ്ളോഗ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ആൻറ്റി ലവ്സ് എബ്രു അ ലോട്ട്. എബ്രു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ ഇഷ്ടമാണ്, പക്ഷേ എബ്രുവിനെ ഭയങ്കര ഇഷ്ടം, ചെറുതല്ല. അപ്പോൾ രാവിലെ തന്നെ ആൻറ്റി എബ്രുവിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എബ്രു എണീറ്റിട്ടുണ്ടായിരുന്നില്ല. സോ എന്തായാലും ആൻറ്റി വന്നതല്ലേ അപ്പോൾ അവിടെ അവനെ കാണാൻ. സോ ഐ തോട്ട് അവനെ അയക്കാം അങ്ങോട്ടെന്ന്. പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ പുറത്ത് പോകില്ല, അപ്പോൾ സോനു കൊണ്ടുപോയി അവനെ. അപ്പോൾ രണ്ടുപേരും അപ്പുറത്താണ്. ഇനി കഥയൊക്കെ പറഞ്ഞ് വരുമ്പോൾ എത്ര ടൈം ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എബ്രുവിൻ്റെ ഗെയിം പാർട്ട്ണർ, വാക്കിംഗ് പാർട്ട്ണറൊക്കെയാണ് സോനു. അങ്ങനെ കളിക്കാനുണ്ടെങ്കിലും ഇങ്ങനെ നടക്കാനൊക്കെ സോനുവിനെ സോപ്പിടും. അപ്പോൾ സോനു പറയും ആടാ നിൻ്റെ ആവശ്യത്തിന് നീ വാ എന്നോട്. അങ്ങനെ രണ്ടുപേര് പോയിട്ടുണ്ട്, അവർ വരട്ടെ. അപ്പോൾ കൊള്ളാട്ടോ, ഈ ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബേബി ഇങ്ങനെ പൊക്കി പറയുമ്പോൾ ഐ വാസ് ലൈക്ക് കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഐ തോട്ട് കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് ഇതിൽ ഷൂട്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. ബട്ട് ഇറ്റ്സ് ഗുഡ്. വെറുതെ ഇങ്ങനെ വെച്ചാൽ ഞാനിപ്പോൾ ടേബിളിൽ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണം. അടിപൊളി. അപ്പോൾ നേരത്തെ കുറച്ച് റെയിൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ഇറ്റ്സ് കാം. അപ്പോൾ നമുക്ക് അവർ വരുമ്പോൾ ലെറ്റ് ഷൂട്ട് റൈറ്റ്. വേറെ എന്തെങ്കിലും പറയാനുണ്ട്? ഐ തോട്ട് ഓഫ് ഡൂയിങ് എ മദർഹുഡ് Q&A സെഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ വ്ളോഗിൻ്റെ കമൻറ്റിൽ ചോദിക്കുക, ഓറെൽസ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ ഈ വ്ളോഗിൻ്റെ താഴെ അത് ചോദിക്കണമെന്നുള്ള ക്വസ്റ്റ്യൻസ് അബൌട്ട് മദർഹുഡ്. ഓക്കെ, ഐ എം നോട്ട് സോ എക്സ്പേർട്ട്, ബട്ട് സ്റ്റിൽ എൻ്റെ കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഓൺ. ഓക്കെ, അവർ ഇതുവരെ ആയിട്ട് കാണുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോവാം, പോയിട്ട് എന്താ പരിപാടി രാവിലെ തന്നെ എന്ന് നോക്കാം. ലൈക്ക് ഇറ്റ്. ഇനി ഞാൻ പഠിച്ച് കഴിയുമ്പോൾ ബേബിക്ക് ഇത് കിട്ടൂല എന്നാണ് എൻ്റെ ഒരു ഹോപ്സ്. നല്ല ഉണ്ട് കേട്ടോ, ഫോണിൽ ചെയ്യണ പോലെ അല്ല, ഇറ്റ്സ് ക്വൈറ്റ് കൂൾ. ഇല്ലല്ല തമ്പുരാണെ വരും ഇവിടെ ഉള്ളിൽ കയറി ഇരിക്കണമെന്നോ 2 ഗേറ്റ് തുറക്കാനുള്ള പാടുണ്ട്. ഇച്ചിരി മഴ പെയ്യണുണ്ട്. ഇവിടെ ക്യാമറ വരല്ലോ, രക്ഷയില്ല ഗൈസ്. സോനു ഞാൻ വിളിച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, വേറെ നോക്കാം.
സോനൻ്റെ കയ്യിൽ ക്യാമറ കാണുമ്പോൾ നെറ്റും. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞിരിക്കണമായിരുന്നു ഞാൻ ഈ ക്യാമറ. പക്ഷെ നത്തിങ്, വെരി ഈസി. ഫോൺ പോലെ തന്നെ ഹാൻഡിൽ ചെയ്യാം. ഐ മീൻ നോട്ട് ഹാൻഡ്ലിങ്, ഇങ്ങനെ വെറുതെ ഓണാക്കുക, വീഡിയോ എടുക്കുക. പക്ഷെ ഫോണിനൊക്കെ കംഫർട്ട് ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ബേബി വരുമ്പോൾ പറയണം. ബൈ ദ വേ വേർ ഇസ് ബേബി? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇന്ന് നമ്മൾ അപ്പുറത്തെ വീട് എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ രജിസ്ട്രേഷനാണ്. അപ്പോൾ ബേബി രജിസ്ട്രേഷൻ വേണ്ടി പോയിരിക്കുക. യെസ് സോനോ, നിങ്ങളെന്താ തിന്നാണ് അവിടെ ഇരുന്നിട്ട് എന്നെ വിട്ടിട്ട്? ആൻറ്റിയുടെ സ്പെഷ്യൽ എന്തെങ്കിലും? ആൻറ്റി വരുന്നുണ്ട് ഗൈസ്. യെസ്, സോന എവിടെ? എന്റെ എബ്ബു ഉണ്ടാവൂലേ? ആൻറ്റി വിചാരിച്ചിട്ടുണ്ടാവും എന്ത് കോലാണിത്. ഇതാണ് ക്യാമറ, പുതിയ ക്യാമറ. ഹായ്, ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതുവരെ ഓർമ്മ ഉണ്ടായിരുന്നില്ലല്ലോ ഉമ്മിനെ, ഇപ്പൊ എന്തിനാ ഓറാക്കണേ? അമ്മ തുറക്കാം. ഹായ്, എബുനി ഇന്നലെ മേടിച്ച പുതിയ തള നോക്കാ കാണിച്ചു സോനു. അയ്യേ അയ്യേ അയ്യേ, ബാബാ കഴിച്ചോ? കാപ്പി കുടിച്ചോ? ഇല്ല ഇല്ല, ഇവന് കൊടുത്തിട്ട് എപ്പോഴാ കഴിക്കുന്ന? ഞാൻ ഇവന് കൊടുത്തു കഴിഞ്ഞിട്ട് കഴിക്കൂ. എന്റെ കുട്ടാപ്പി കൊച്ചു കഴിഞ്ഞ് ഡ്രോ പോണോ? ഉമ്മി വേണ്ട? അപ്പൊ നമുക്ക് ഉമ്മി അവിടെ ഇരുന്ന് ടി വി കാണാണോ നൈസായിട്ട്? യൂട്യൂബും അതൊക്കെ ഇവിടെ ഇരിക്കണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഞാന് നമ്മുടെ എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. യൂട്യൂബിലെല്ലാം ആന്റിക്ക് സോന് ഫോണിൽ അയച്ചു കൊടുക്കുകയും ചെയ്യും, ആന്റി കാണുകയില്ലേ? ടിവിയിലുള്ള കാര്യം ആന്റിക്ക് അറിഞ്ഞൂടാ. ഗായ്സ്, ആന്റി ഇന്നലെ ഒരു കിഡിലൻ, എന്താണ് സോന അതിന് പറയണേ, കപ്പ ആൻഡ് ഫിഷ് കറി തന്നിട്ടുണ്ടായിരുന്നു. ഞാനില്ലേ ആന്റി തന്നതിന്റെ ഒരു 70% ഞാൻ തിന്ന് തീർത്തു. അത്ര അടിപൊളിയായിരുന്നു, നല്ല ഫിഷ് കറി. ഓ പൊള്ളിയായിരുന്നു ഗൈസ്. അപ്പം ആ ഫിഷ് കറി എങ്ങനെ വെക്കണമെന്ന് എന്നെ പഠിപ്പിക്കണം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നല്ല മത്തിക്കറി മുളകിട്ടത്, പൊള്ളിയായിരുന്നു. ആക്ച്വലി എനിക്ക് വയറിനറിഞ്ഞില്ല അത് കഴിച്ച്, അത്ര കഴിച്ച്. നല്ലോണം മത്തിക്കറി വെച്ച് തരാം. വെച്ചോക്കണില്ലേ? ഈ ക്യാമറ നോക്കി ചിരിക്കട്ടെ കുട്ട. അത് കുഴപ്പമില്ല, നമുക്ക് തന്നോളാം അല്ലേ സോനു, നമ്മള് കഴിക്കാം അല്ലെ, ഒന്നിച്ച് കഴിക്കാം. വിളിച്ചാ മതി എന്റെ സോറിനെ ഒരു കോളില്. ആന്റി ഇവിടെ ഒറ്റക്കാണ്. ആക്ച്വലി ആന്റിയുടെ കിഡ്സ് ഒക്കെ പുറത്താണ്, പുറത്ത് രാജ്യത്തിലാണ്. ഗൈസ്, അപ്പോ ആക്ച്വലി ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കണമെന്ന് എടുത്തതല്ല, അതങ്ങനെ ആയിപ്പോയതാണ്. ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കണം, പുതിയ ക്യാമറ ഒക്കെ എടുക്കുമ്പോൾ. ഒരു ചെറിയ കൈ അബദ്ധം. ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നില്ല ഞാൻ അവിടെ ഇരുന്ന് സംസാരിക്കണത്. അപ്പോൾ വെറുതെ അത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ കഥ പറയണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങനെ പോട്ടെ. അപ്പോൾ റീൽ പോലെ വ്ളോഗ് എടുത്തതെന്ന് വിചാരിക്കേണ്ട, റീൽ പോലെ എടുത്തതല്ല ഗൈസ്, അതങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ പിടിക്കാമല്ലേ? അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെയാണ്. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇപ്പോൾ എടുക്കണം. മമ്മാണോ അവിടെ? ഇങ്ങോട്ട് വന്നേ. ഗുഡ് ബോയ് ആണ് ഉമ്മയുടെ ബേബി. അപ്പോൾ ഞങ്ങൾ എബു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ഗുഡ് ബോയ് ആയിട്ട് ഓടി കളിക്കണാണ്. അപ്പോൾ നമ്മൾ സാർ പോയ പരിപാടിയൊക്കെ കഴിഞ്ഞു. സാർ പറയൂ സാർ. അൽഹംദുലില്ലാ, അങ്ങനെ അടുത്ത പ്രോപ്പർട്ടി രജിസ്റ്റേർഡ് ആയി. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ എന്താണിത് ഇങ്ങനെ കാണുന്നത്? അതാണ് ഇവളിങ്ങനെ പഠിച്ചല്ലോ, അപ്പൊ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ പറ്റും, സ്വാഭാവികം. അതെ, നല്ല വിശപ്പുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചാലോ? ഞാൻ കഴിച്ചല്ലോ. ഇല്ല, വെള്ളം ഒഴിച്ചിട്ടില്ല, കറി വെച്ച് പറ്റുമോ? ഞാനിങ്ങനെ
സ്വകാര്യം പറയണേ എന്താണ് സ്വകാര്യം? ഞാനറിയാത്ത സ്വകാര്യം. അല്ല സുനുന്റെ സായിബിന്റെ അവിടെ സെലിബ്രേറ്റ് അത് തന്നെ. അതായത് അതെ, അതായത് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഏത് വീടാണെന്നുള്ളത്. അതായത് നമ്മുടെ സുനുമോളുടെ പൈസ അറിയിക്കൽ ചടങ്ങും അതേപോലെ തന്നെ ബർത്ത്ഡേയും ഇപ്പൊ സൈബിന്റെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഇപ്പൊ രജിസ്റ്റേർഡ് ചെയ്ത ആ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. തൊട്ടിപ്പുറത്ത് തന്നെയാണ്. അവിടെയാണ് നമ്മുടെ ഷിനാജും ഫാമിലിയും താമസിക്കുന്നത്. അറിയാലോ, ഷിനാജ് ഇവിടെ ആയിട്ട് നമ്മുടെ കമ്പനി മാനേജറായിട്ടും പിന്നെ നമ്മുടെ കുറച്ച് പ്രൊഫഷണൽ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യണതൊക്കെ ഷിനാജാണ്. അപ്പം ഷിനാജിനും ഫാമിലിയും താമസിക്കാൻ വേണ്ടി ആ വീടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് അവിടെ. പിന്നെന്താ, അപ്പൊ അതെല്ലാവർക്കും ഡൗട്ട് ആയിരുന്നു അത് ഏത് വീടാണെന്നുള്ളത്. അപ്പൊ അതാണ് വീട്. അത് നമ്മളങ്ങോട്ട് താമസം മാറാനോ അതിനൊന്നും വാങ്ങിച്ചതല്ല, നമ്മള് ജസ്റ്റ് തൊട്ടപ്പുറത്ത് തന്നെ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് പുതിയ വീട് പണിതപ്പോഴത്തേക്കും ഞാനത് വിലക്ക് വാങ്ങിച്ചേ ഉള്ളൂ. താമസമൊക്കെ നമ്മൾ ഇവിടെ തന്നെ. ഈ വീട്ടിൽ നമ്മൾ മാറണമെങ്കിൽ ഇൻഷാല്ല കുറച്ചും കൂടെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 30 സെന്റ് സ്ഥലം എടുത്തിട്ട് അവിടെ ഒരു വലിയ വീട് പണിയണം. അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അല്ല അങ്ങനെ 30 സെന്റ് സ്ഥലം ഏറ്റവും കുറഞ്ഞ കിട്ടാ. ഞാൻ 50 സെന്റ് ഉദ്ദേശിക്കണം. പക്ഷെ ഒരു 30 സെന്റ് സ്ഥലം എടുത്തിട്ട് അവിടെ ഒരു എന്താ പറയാ പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള സൗകര്യങ്ങളും ഇവർക്ക് ചെറിയൊരു എല്ലാവർക്കും പിള്ളേർക്കൊക്കെ പൂള് വേണം. അവിടെ ചെറിയൊരു പൂൾ സെറ്റപ്പും എല്ലാം ചെയ്തിട്ട് ഇൻഷാല്ല ഭാവിയിലേക്ക് പതുക്കെ അങ്ങനെ ഒരു വീട് ഞങ്ങൾ തന്നെത്താനെ പണിതെടുക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മൾ വാങ്ങിച്ചെല്ലാം പണിത വീടുകളാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെത്താനെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഡിസൈനിൽ ചെയ്യിപ്പിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. ഇൻഷാല്ല എന്തെങ്കിലും നടക്കുമായിരിക്കും. അവിടെ വെച്ച് വേണം സുനുമോളുടെ കല്യാണം നടത്തണം എന്നൊക്കെയാണ് ആഗ്രഹം അല്ലേ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പയർ ആൻഡ് ഈ അപ്പം എന്താ ഈ ഗോതമ്പ് ദോശ ഞാൻ അധികം കഴിക്കില്ല. പക്ഷെ ഇങ്ങനെ പയറൊക്കെ വെക്കുമ്പോഴില്ലേ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, കറിയുന്ന ആ പയറ് മാത്രം ഇങ്ങനെ ഊറ്റിയെടുക്കും. എന്നിട്ട് ആ പയർ ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ട് അത് മാത്രം തിന്നും. വൺപയറാണെങ്കിലും ചെറുപയറാണെങ്കിലും എനിക്ക് അത് മാത്രം ഇങ്ങനെ തിന്നാൻ ഭയങ്കര ഇഷ്ടം. അത് മാത്രമേ തന്നില്ല. അതാണ് ഈ ഒരു ഭംഗിയുടെ രഹസ്യം അല്ലേ? ഹെൽത്തി ഫുഡ് അടി നല്ലതാ. ഇതൊക്കെ അത് മാത്രം കഴിക്കണം. എന്റെ വീട്ടിൽ ഞാൻ കഴിക്കാറില്ല. എന്താ ഇഷ്ടമല്ല ആർക്കും. ഇവിടെ എല്ലാവർക്കും വ്ളോഗ് ചെയ്യാൻ മടിയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാര് ഇപ്പൊ ഞാൻ ഇന്നലെ പെട്ടെന്ന് തന്നെ സഡൻ എന്ന് പറഞ്ഞൊരു വ്ളോഗ് ചെയ്തപ്പോൾ നിങ്ങൾ ചെയ്തെങ്കിൽ ഞാൻ ചെയ്യണ്ടെങ്കിൽ വ്ളോഗ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടില്ല. അത് ചെയ്തോ, നിങ്ങൾ എത്ര ദിവസം ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഈ ക്യാമറ ഇസ് ലൈക്ക് നല്ല രസമുണ്ട് എല്ലാം ചെയ്യുന്നത്. ഐ തോട്ട് ഐ ഹാവ് ടു സ്റ്റഡി. ഇതായത് നമുക്ക് ഇങ്ങനെ കുറിച്ച് സംസാരിക്കാം നല്ല ഫ്രണ്ട്ലി. മറ്റേ നമ്മൾ എപ്പോഴും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മൊബൈൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഐ വിൽ ഹെവി ഒരു വലിയ സാധനം പിടിക്കണം. ഇതൊരു സ്റ്റിക്ക് ആയതുകൊണ്ട് ഇറ്റ്സ് ഈസി, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. മൊബൈൽ ഇങ്ങനെ നമ്മൾ യൂട്യൂബ് സൈസിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഫുൾ കൈ യൂസ് ചെയ്തിട്ടാ പിടിക്കണം. കൈയും കടയും ഭയങ്കരമായിട്ട്. കൈ പിടിച്ചത് വെറുതെ 10 മിനിറ്റ് 7 മിനിറ്റോളം ഇങ്ങനെ വെറുതെ എന്തൊക്കെ നമ്മളെ കാണാൻ അടിപൊളിയായിരുന്നു. നീ എന്തൊക്കെയോ പറയണ്ടായിരുന്നല്ലോ വീഡിയോയിൽ. എന്താ ഞാൻ എന്താ പറഞ്ഞ ഷാനല് നീ എന്തൊക്കെയോ സംസാരിക്കണുണ്ടായിരുന്നല്ലോ. ഞാൻ എനിക്ക് എന്തായിരുന്നു ഞാൻ എന്താ പറഞ്ഞത്. എന്താണ് നല്ല സുഖമായിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കണത്. കൈ കടയില്ല. മറ്റേ നമ്മ ഇങ്ങനെ പിടിക്കുമ്പോ കൈ കടയും. ഇതിങ്ങനെ പിടിച്ച് സംസാരിച്ചോണ്ടേ ഇരിക്കാൻ തോന്നുന്നു. നമ്മള് മെയിൻ ഫുഡായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. നിങ്ങൾക്ക് ഏതാ ഫേവറേറ്റ്? ലൈക്ക് കഴിക്കാൻ ഇഷ്ടം ഏത് ടൈമാണ്? എനിക്കങ്ങനെയല്ല. ഞാൻ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അല്ലേ കഴിക്കാറ്. എനിക്ക് ഞാൻ ഡിന്നറൊക്കെ കഴിക്കലൊക്കെ വളരെ കുറവാണ്. എല്ലപ്പോഴൊക്കെ കഴിച്ചു. മെയിനായിട്ട് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ലഞ്ചാണ് താല്പര്യം കാണിക്കണം. പിന്നെ വൈകിട്ട് വല്ല പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് നൈറ്റ് ഫുഡ് ക്രേവിങ്സ് അല്ലേ നമുക്ക് കഴിച്ചോ? അപ്പുറത്ത് ആന്റിന്റെ അപ്പുറത്ത് അബദ്ധം ചെയ്തു വന്നേക്കും. അപ്പുറത്തെ ആന്റിയുടെ വീട്ടില് മറ്റേ ആന്റിക്ക് യൂട്യൂബ് വീഡിയോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ TV ഇതില് പറഞ്ഞില്ലേ
എല്ലാം സെറ്റാക്കിയേ. ആ യൂട്യൂബ് ഇതിലുണ്ട് ആൻറ്റി, എല്ലാ വീഡിയോസും ഒക്കെ നമ്മുടെ ഇതിൽ കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി. ബാക്കിലോട്ട് അല്ല ടിവിയിലേക്ക് പോകാൻ പറ്റുന്ന HDMI എന്താ അങ്ങനല്ലേ ആ സംഭവത്തിന്റെ ബട്ടൺ ഇല്ല ഇതില്. അപ്പൊ ഞാൻ കുറെ നേരം നോക്കുമ്പോ ഇപ്പൊ സൈഗുനെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഞാൻ ഇത് കോമൺ ഗൈസ്, എനിക്ക് നോക്കി നോക്കി ശീലമായിരിക്കുന്നു. ഞാനൊരു ആൺകുട്ടിയുടെ അമ്മയായതുകൊണ്ട് ഇതെല്ലാം ആൺകുട്ടിയുടെ അമ്മമാർക്ക് അറിയാൻ പറ്റും. പക്ഷെ എന്റെ ആദ്യത്തെ ആൺകുട്ടി ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടാ. ഒരു മൂലയ്ക്ക് ഇരുന്ന കളിച്ചോണ്ട് TV കണ്ടോണ്ട് ഇരിക്കായിരുന്നു സൈഗു. ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈ ആൺകുട്ടി. ഇനി അടുത്ത പറയാൻ പോണത് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടാ ഗൈസ്. എല്ലാത്തിന്റെ ഉത്തരവാദിത്യം അല്ല എന്താണ് എല്ലാത്തിന്റെ അതെ എനിക്ക് മനസ്സിലായത് ഉദ്ദേശിക്കുന്നത് ഞാൻ. അപ്പൊ ഞാൻ പിടിച്ചു വെച്ചാൽ പറ്റൂല. ഇല്ല, ബാക്കിലോട്ട് ടിവിയിലേക്കുള്ള ബട്ടൺ അറിഞ്ഞൂടെ. ഞാൻ കുറെ നേരം നോക്കി. അപ്പൊ ഞാൻ ബസ് വന്നിട്ട് ആന്റിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് റെഡിയാക്കാല്ലാന്ന് വിചാരിച്ചു. TV നമ്മുടെ ഇതില് റിമോട്ടിലെ HDMI ആ സംഭവമില്ലേ TV, ഇതിപ്പോ ആ യൂട്യൂബിന്റെ ആ ഹോമിലേക്ക് പോയി കിടക്കണം. ആ അത് ശരിയാക്കി കൊടുക്കണം. വന്നിരുന്ന് സംസാരിക്കാല്ലാന്ന് ഞാൻ പേടിച്ചു. ഞാൻ അവന്റെ കാല് എനിക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാനും പറ്റില്ല. ഞാൻ സ്റ്റക്കായി പോയി. ഈ ചെയറില്ലേ, ചെയറിൽ പോയി പിടിച്ചിട്ട് ഇതിങ്ങനെ പറഞ്ഞു വിടും. ഭാഗ്യത്തിന് അവന് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവന്റെ കാല് സ്റ്റക്കായി പോയി. അവിടെ നിന്ന് വിളിച്ചിട്ട് ഓടിച്ചെന്ന് പിടിക്കണം എന്തിനായി പോയി. ഇതല്ലേ ഭാഗ്യം ഒന്നും ആയില്ല. മാറ്റിട്ട് കേറാൻ നോക്കിയാന്ന് തോന്നുന്നു. ഒന്നും പറയണ്ട ഗൈസ്, അതാണ് അവന്റെ വിളവതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഞാനത് ഞാൻ ബാക്കി കണ്ടിട്ട് കൊടുത്തു. ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അവിടെ നിന്ന് ഓൾ ഓഫ് എ സഡൻ നമ്മൾ റെഡി ആയിട്ട്. നിങ്ങൾ എന്താണ് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു മാച്ചിങ് ഉണ്ടാവുമല്ല, എന്നെ പറയിപ്പിക്കാനാണ്. നിന്റെ അടുത്ത് ആരും എനിക്കത് കിട്ടി കയ്യില് ഞാൻ ഇട്ട് എന്നൊന്നും അതന്നെ ഞാൻ കൈക്ക് ഇട്ട സാധനം. എനിക്കതിനുള്ള ടൈമില്ല കൈസ്. ഇപ്പ എന്റെ കൊച്ചിന്റെ പുറകെ ഓടാൻ ടൈം. ആ കൈക്ക് കിട്ടി അവിടെ ഒരു ഹാങ് വെക്കിട്ടുണ്ടായിരുന്നു ഷോൾ. ഇന്നലെ തലവേദന പിടിക്കാനായിട്ട് എനിക്ക് എന്റെ കൊച്ചിന്റെ പുറകെ ഓടാൻ ടൈം, കെട്ടിന്റെ പുറകെ ഓടാൻ ടൈമില്ല. കെട്ടിന്റെ പുറകെ ഓടിയിട്ടല്ലേ. ഓ കൈയൊക്കെ തിളങ്ങണല്ല, തിളങ്ങനാണല്ലോ. ഫോർത്ത് പ്രോപ്പർട്ടി മാഷാഅല്ലാ. അപ്പോൾ നമുക്ക് ചെറിയൊരു കാര്യമുണ്ട്. ബേബി ആക്ച്വലി സർപ്രൈസ് ആയിട്ട് എപ്പോഴൊരു ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് സർപ്രൈസ് ആയിട്ട് ചെറുതായി പോയി ഗൈസ്. അപ്പോൾ ബേബി 25 സൈസാണ് മേടിക്കാൻ പോയത്. അപ്പോൾ സോനു പറഞ്ഞു ഇറ്റ്സ് ബിഗ്, ഇറ്റ് ലുക്സ് ബിഗ്, അപ്പോൾ നമുക്ക് ചെറുത് മേടിക്കാമെന്ന് സോനു പറഞ്ഞു. അത് ചെറുതായി പോയി ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ അത് മാറ്റാൻ വേണ്ടി പോണേ. അത് ബേബിക്ക് പോയിട്ട് മാറ്റാനുള്ളതേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാനാണ്, ശീലായി പോയില്ലേ. അടുത്താണ് ആക്ച്വലി. നമ്മൾ അടുത്തത് പറഞ്ഞിട്ട് ഇങ്ങനെ വീടൊന്ന് ലോക്കൊക്കെ പോണേ ഇറങ്ങിട്ട്. അയ്യേ കളിയാക്കണ്ട കേട്ടാ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പിടിക്കാം. പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ പിടിക്കാൻ. അപ്പോയാ നമ്മൾ അടുത്താണ് സ്ഥലം. അടുത്തത് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി പോടുക. അപ്പൊ അത് ബേബിയുടെ എല്ലാം ലോക്കാക്ക് എല്ലാം അടുത്തത് പറഞ്ഞിട്ട് അങ്ങനെ പോവല്ലേ. പിന്നെ എന്നെ പോലെ അല്ലേ. അതിന്റെ കവർ എടുത്തിട്ട് ഫോം പോലെ പിടിച്ചാണ് എനിക്കിഷ്ടമായിട്ടാ. ഇന്ന് ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോ ഐ ലൈക്ക് ഇറ്റ്. ചെയ്യാൻ തുടങ്ങിയത് മറ്റേ ഇതായിട്ട് അങ്ങനെയല്ല പഠിക്കണ്ടേ. സി ദിസ് ഇസ് ദ ഷൂ, ഐ ലൈക്ഡ് ഇറ്റ്. നല്ല ഷൂ ആണ്, നല്ല ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അത് പുറത്ത് കാണുന്ന പോലെ അല്ല, ഉള്ളില് ഇറ്റ്സ് വെരി സ്മോൾ ആക്ച്വലി, സ്പേസ് ഇല്ല. വേണ്ട മോനെ, ബീഡ്സ് ഉണ്ട് ഇവിടെ. കൊറേ നേരമായല്ല ആ മോനെ കാണിച്ചിട്ട് അങ്ങോട്ട് സംസാരിക്കും. ഞാനില്ലാത്തപ്പോ മിസ് ചെയ്യും എന്റെ മണ്ടത്തരം. എന്താണ് ഇത്ര നിന്നെ പരിചയപ്പെട്ട് ഇത്ര നാളായിട്ട് നീ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അത് നിങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ മിസ് ചെയ്യുന്നത് ഉണ്ടാക്കണ്ടേ ആ സാഹചര്യം. എന്നെ കൊണ്ടേ പോവുള്ളൂ ഇതുകളൊക്കെ അല്ലെ. ഇപ്പൊ നമുക്ക് പോയാലോ എവിടെയെങ്കിലും?
ഓ ഈ ചെറുക്കനെ നെർവ്സ് ആണ്, വെയിൻസ് നോക്കിയാ കാണണം. ഓ ചെറുക്കല്ലേ. ഇല്ല എബോ അടുത്തുള്ളപ്പോ പലതും സംഭവിക്കും. നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് പിടിച്ചിരിക്കണം. കണ്ടില്ല കേട്ടില്ല എന്ന് പിടിച്ചിരിക്കണം ഗൈസ്. ബൈ എവിടെ? ബൈ ബൈ ദീദി. ആ ഓക്കെ, ആലോചിക്കട്ടെ. ഗൈസ് ഇവനെ കാർഡ്സിലൊക്കെ ഒരു ഐറ്റംസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ആനിമൽസിന്റെ ഒക്കെ. അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അവൻ സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ ഇഫ് ഐ ആസ്ക് ഹിം വെയർ ഇസ് എലിഫന്റ് ഹിൽ ഷോ. ഇഫ് ഐ ആസ്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവൻ പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ നമുക്ക് പോവാം ഇനി. വാവ്, പുറത്തൊക്കെ കാണിക്കുന്ന നല്ല രസമുണ്ടല്ലേ. ആഹാ, എനിക്ക് ഇഷ്ടമായിട്ടാ. ഇനി കയ്യിൽ പോകാൻ റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, ബിക്കോസ് ഐ നെവർ യൂസ്ഡ്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ വാവ് നൈസ് യാർ. ഇതെനിക്ക് അതന്നെ. നമ്മളെ നാടൊക്കെ കാണും ഗൈസ്, നിങ്ങൾ നാട് കാണും. അടിപൊളി പൊളിച്ചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്ന് ഞാനും സോനും പർദ്ദ പെട്ടെന്ന് 5 മിനിറ്റ്സിൽ ബേബി ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ വന്നിട്ട്. അത് എങ്ങനെ റെഡി ആയിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് പണി മാത്രം നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ അങ്ങനെ വിട്ട് വന്നേരും. പോയിട്ട് വേണം ചെയ്യാൻ. വെറുതെ ഒരു റൈഡ് ഇടയ്ക്ക് കൊണ്ടുപോകട്ടോ ബേബി. ഇങ്ങനെ നമ്മൾ മാത്രം ഫുഡൊക്കെ ഡെയിലി ഒന്നല്ല, ഇടയ്ക്ക് ഇങ്ങനെ ഫുഡൊക്കെ നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹം വരും നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ. അപ്പൊ ബേബി കൊണ്ടുപോയി. സോ യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. യാ ഇവിടെ ഇവിടെ ഇറങ്ങി കാണിക്കാം വെള്ളം. വാവ്, അയ്യോ വെള്ളം കണ്ട. അന്ന് സോന് പറഞ്ഞ ആ തോട്ടിലോട്ട് അവര് ചാർന്നു. ഇതെന്ത് വെള്ളം? തോടാണോ? എന്നാ ക്യാമറ പിടിച്ചോ. അത് കുഴപ്പമില്ല, നമ്മളിപ്പോ തന്നെ മോനെ നോക്കിക്കേ, എന്ത് വ്യൂ എന്ന് പറയും. നല്ല അടിപൊളി വ്യൂ. ഇവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കണേ. കണ്ടില്ലേ, ഞാൻ റീല് ടൈപ്പില് ഐശ്വര്യമായിട്ട് തുടങ്ങി ഇത് വ്ലോഗ്. അതുകൊണ്ട് നല്ല സ്ഥലമൊക്കെ ഇങ്ങോട്ട് പോണോ? എവിടെ പോണോ? എവിടെ പോണോ? എടാ പൂളല്ലടാ, ചാടിക്കളല്ല. ഇത് നോക്കിക്കോട്ടെ, അവരറിയില്ല. ബ്രിഡ്ജിന്റെ അങ്ങോട്ട് പോകുമ്പോ ഇവിടെ ചെറിയൊരു സ്മോൾ ബ്രിഡ്ജ് ഉണ്ട്, കലിങ്ക് പോലെ. നോക്കിയ വെള്ളം നിറഞ്ഞിട്ട് സാധാരണ ഇത്ര വെള്ളം വരാറില്ല. ഇപ്പൊ നോക്കി, ചളിയല്ല ചെളി. അടിപൊളി, നല്ല നല്ല. നോക്ക് ചാട്ടം കൂടുതലാണ് കുറച്ച്. ഇതിന്റെ ചാട്ടം അങ്ങോട്ടാണ് മനസ്സിലാവുന്നുണ്ട്. നൈസായിട്ടുണ്ട്. എടാ നീ എവിടെ പോണ്ട? ഇതാ അവരായിട്ട് അവരെ പൊക്കി അങ്ങോട്ട് കൊണ്ടോടി, കരികിന്റെ അങ്ങോട്ട് കൊണ്ടു. നിന്നെ പോലെ ഭയങ്കര ധൈര്യം, നിന്നെ പോലെ. വാവ്, എന്ത് രസം നോക്കിയേ. എനിക്കല്ലെന്ന്, ഇതിപ്പോ പൊളിഞ്ഞു വീണോ അല്ലേ നമ്മളെ കേറുമ്പോ. നൈസ്, അടിപൊളി. ഓണത്തിനൊക്കെ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലേ? മോനെ
വേറെ ലെവല് കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്ത് നല്ല പച്ചപ്പാണെന്ന് നോക്കി. ഇവിടെ വന്നേ ബാ എല്ലാവരും ബാ നമുക്കൊരു സെൽഫി വീഡിയോ ചെയ്യാം. ഓ ആദ്യമായിട്ട് ബേബി നമുക്കൊരു സെൽഫി എടുക്കാം. രണ്ട് പിള്ളേർ സ്കൂളിൽ എന്നെ ഉന്തി മാറ്റാണ് എടുത്തേ മാറേ അടിപൊളിയല്ലേ നല്ല ഫ്രെയിം കവർ പിക്കാക്ക അനങ്ങാണ്ടിരുന്നു അവിടത്തൊക്കെ നടന്നാലോ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. ഇവനൊരു രക്ഷയില്ല. ഇത് രക്ഷയില്ലാത്തവനെ രക്ഷയില്ലാത്തവൻ നോക്കിയ വെള്ളം ഒഴുകാൻ നോക്കിയേ. ഫുള്ള് നിറഞ്ഞത് എവിടെ നിന്ന് ആ റോഡിന്റെ അവിടെയൊക്കെ നിറഞ്ഞിരിക്കണേ. വെള്ളത്തിൽ ചാറൂന്ന് രക്ഷയില്ല. ബാ നമുക്ക് പോന്ന നെൽപ്പാടം നെൽകൃഷി. ബാബാ നിങ്ങളുടെ കുട്ട ഫ്ലവർ പട്ടൊക്കെ നമ്മ ബോട്ടൊക്കെ ഇടൂലേ ബോട്ട് ആർക്കാണോ കിട്ടറേ ഫ്ലവർ ഫ്ലവർ ഇടാൻ തന്നിട്ട് ഫ്ലവർ ഇടാം ആർക്കാണോ ഫ്ലവർ കിട്ടുന്നത്. ഇട്ടോളെ ലവൂൺ ബൈ ഒരു ബോട്ട് വിടായിരുന്നു പേപ്പർ ഇല്ല. ഇവിടെ ഇത്രയും വെള്ളം കയറിയിട്ട് ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെ നല്ലൊരു റീല് ഷൂട്ട് ചെയ്യാം. ഓണത്തിന്റെ ടൈമിൽ വരാം നമുക്ക്. അപ്പൊ നല്ല ഓണം കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് നമുക്ക് കിടിലായിട്ട് ഷൂട്ട് ചെയ്യാം. ഇവിടെ വയ്ക്കാതെ ഇവിടെയൊക്കെ ഒഴുകി ഇവിടെ പോണ അപ്പുറത്തേക്ക് നല്ല ഒഴുക്കുണ്ട്. അതെ ഇവൾക്ക് ഓണമായി എന്നുള്ളത് ഇപ്പോഴേ പൂവൊക്കെ പറിച്ച് തുടങ്ങുന്നുണ്ട്. ഓണം ആയിട്ട് നിനക്ക് വന്നല്ലോ. അങ്ങനെയാണ് നേരെ തല തിരിച്ച് നശിപ്പിച്ചത്. അങ്ങനെയല്ല എന്താ പാട്ട് അവിടെ വാവ് അനക്കാണ്ടുടി നല്ല ഫോക്കസ് ആവുള്ളൂ. അനക്കല്ലേ ഒന്ന് കൈ അടിപൊളി. ഇതിങ്ങനെ പിടിക്കൂടെ മുട്ട ഫ്രെയിമിലൊക്കെ നിൽക്കുന്ന ഒരാള്. അതും കൊള്ളാം. നൈസ്. വാ കേറാൻ നോക്ക്. എവിടെ മഹാനായ പുത്രൻ പുത്ര പൊളിച്ചില്ലേ? അവന് വെള്ളക്കടലാക്കാത്തോളൂ. ഓക്കെ കേറിക്കേ. ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് നേരെ വിടട്ടെ. ഷൂസ് ഒക്കെ ചേഞ്ച് ആക്കി വന്നു. ആക്ച്വലി ഷൂസ് ചേഞ്ച് ആക്കാനാണ് പോയത്. പക്ഷെ അവിടെ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ക്യൂട്ടായിട്ടുള്ളത് കാണുമ്പോൾ ബേബി എബ്രൂണ് വീണ്ടും മേടിച്ചു. ആൻഡ് ലെറ്റ് മീ ഷോ യു ദാറ്റ് ഗായ്സ്. ഷൂസ് നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, അത് തന്നെ മാറ്റി മേടിച്ചത്. പിന്നെ ഡ്രസ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഗായ്സ്. ഇതെന്തായാലും ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കണില്ല. നമ്മൾ കുട്ടാപ്പിയുടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബോക്സ് എന്നാൽ നിങ്ങൾ വിചാരിക്കും എനിക്ക് വർക്ക് പ്രൊമോഷൻ വന്നത് അവർക്ക് പ്രോഡക്ട്സ് റിട്ടേൺ കൊടുക്കാനുണ്ട്. അതിൻ്റെ ബോക്സാണ്. വീടൊക്കെ മെസ്സായിരിക്കുന്നത്. സോ വി ഹാവ് ടു ക്ലീൻ ഇറ്റ്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പണി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. ബാക്കി പണിയൊന്നും ഒതുങ്ങിയിട്ടില്ല. സോ ഐ ഹാവ് ടു പ്രിപ്പയർ ലഞ്ച്. ഉച്ചക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ് ബട്ട് സ്റ്റിൽ പ്രിപ്പയർ ചെയ്യണം.
ബേബി അവിടെ ബിസിയാണ്, അവർ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ കിച്ചൺ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം പ്രിപ്പയറിങ്. ഇവിടെ വെക്കണോ? ഇവിടെ വെക്കാം, ആയിരിക്കും നല്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഫ്രൈക്കുള്ള സോന എനിക്ക് കറിക്കാണ് എടുക്കണ സാധനം. ഓക്കെ, സോനു ഇസ് ഹെൽപ്പിംഗ് മീ. ഷീസ് ടേക്കിംഗ് വേണ്ട ഐറ്റംസ് ഒക്കെ എടുക്കണുണ്ട് സോനു, സവാള ഗിരിഗിരി ഒക്കെ. അപ്പൊ ഞാൻ ആ ടൈമിൽ ഫ്രൈക്കുള്ള മസാല ചെയ്യാം. മുളക് പൊടി ഇല്ലേ നമുക്ക് വേറെ ഉണ്ടാവുള്ളേ ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു സന്തോഷത്തിൽ നമ്മൾ സ്വീറ്റ് കഴിക്കണേ, ഹെലുവ. ബേബി ഓൾറെഡി കഴിച്ചു, ഞാൻ ഒരു പീസ് കഴിക്കട്ടെ. സോനു കഴിച്ചാ? ബ്ലാക്ക് ഹൽവ. ഇത് ഉപ്പൊക്കെ ഇഷ്ടമാണെന്ന് ഇവർ പറയുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് ഐ വാസ് നോട്ട് ദാറ്റ്. ഉപ്പ് ഇരിക്കുമ്പോ ബ്ലാക്ക് ഹൽവ. ബേബി വന്നുണ്ടാ നിങ്ങ? ഒന്നുമില്ല, ബിസി അല്ലെങ്കിൽ വരാത്ത. നമുക്ക് ഈ സ്പൈസസിന്റെ ഡബ്ബൊക്കെ മാറ്റണം കേട്ടോ, കുറേ എടുക്കണം. ഐ തിങ്ക് ഇറ്റ്സ് ഷിനാജ് അല്ലേ? ഷിനാജിന്റെ ഒരു ബെല്ല. ഓ മൈ ഗോഡ്, കട്ടാക്കുമ്പോ മൊത്തം പൊടി. അയ്യോ, ഈ പൊടി കണ്ടപ്പോഴേക്കും ഇറങ്ങണമെന്ന് പറയുമ്പോ തന്നെ ഷിനാജിന്റെ മൈൻഡ് വാസ് അതെ, ഇക്ക കഴിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് കഴിക്കട്ടെ. എപ്പോഴും വന്നിച്ചിരിക്കും. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് സ്വീറ്റ് കൊടുത്താ? എപ്പോഴും ഇൻസൾട്ട് ആക്കി ഉമ്മി, എപ്പോഴും ഉമ്മി ഇൻസൾട്ട് ആക്കി. എല്ലാരും മുമ്പിൽ ചോദിച്ചു ഉമ്മി. എനിക്ക് തുമ്പാൻ പറ്റുന്നുണ്ട്. അബ്ബു ഇട്ടോട്ടാ. അൽഹംദുലില്ലാ, അതാണ് പണി. അയ്യോ, എനിക്ക് ഈ പൗഡേഴ്സ് പറ്റൂല കേട്ടോ, അലർജി. എന്നാലും പൗഡർ അലർജി. എന്നാലും നമുക്ക് നമ്മുടെ ദിനംദിനം എന്താ ഡെയിലി റുട്ടീനാണെന്നോ, ദിനം മലയാളം ഇപ്പൊ കിട്ടണമെങ്കിൽ കേട്ടാ വേണ്ടാതെ പെണ്ണിൻ്റെ കൂടെ കൂടിയിട്ട്. ഞാൻ വിചാരിച്ച ഫ്രിഡ്ജ് തുറന്നിരിക്കണേ, നോക്കുമ്പോ ആ അറ്റ വരെ കാണാം. ദൈനംദിന ജീവിതം ഞാൻ പറ്റി പറഞ്ഞോ. അപ്പൊ ഫുള്ള് കാണാല്ലേ ഇങ്ങനെ നോക്കുമ്പോ അടിപൊളി. അപ്പൊ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ എന്തൊക്കെ ഇട്ടു? ഇതൊരു തട്ടിക്കൂട്ടി കറി വെക്കല്ലേട്ടാ. ഉച്ചക്ക് എന്തായാലും ബേബി ഇല്ല, ഷിനാജും ഉണ്ടാവൂല, പിള്ളേരില്ല, ഞാൻ സോനു മാത്രം. അപ്പൊ അഡ്ജസ്റ്റ് ആക്കിട്ട് പെട്ടത് എനിക്ക് തുപ്പാൻ പറ്റില്ല. പേപ്പർ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്. വെള്ളത്തെ കയ്യിൽ പിടിച്ചത് അല്ലാതെ ആ മസാല അല്ല, കറയില് മറ്റേ ബേക്കിംഗ് സോഡ, ലിക്വിഡ് സോപ്പ്, മുളക് പൊടി, ഫിഷ് മസാല, മഞ്ഞപ്പൊടി, ഗരം മസാല, ഉപ്പൊക്കെ ഇട്ട്. ഇന്ന് സ്പെഷ്യൽ ഫ്രൈ ഒന്നും ഇല്ല, മീഡിയം ലെവലിൽ ഫ്രൈ ആണ് നോക്കാം. ഗൈസ്, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഫ്രിഡ്ജ് തുറക്കണത്? ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫുള്ളല്ല ടച്ച്. അതിലാണ് ഇന്ന് ഞാൻ ഫ്രൈ ചെയ്യാൻ പോണത്. കുറച്ച് വിനേഗർ. പിന്നെ ടൊമാറ്റോ ഒന്നും ഇടണില്ല കേട്ടോ, ടൊമാറ്റോ ഒന്നും സ്ക്വീസ് ചെയ്യാൻ പോണില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കറി വെക്കാനുണ്ട്. സോ ലെറ്റ്സ് മിക്സ് ദിസ്. ഇതൊരു സിമ്പിൾ ഡിംപിൾ ഫ്രൈ. ഓക്കെ, ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞ ആക്ച്വലി. ഓക്കെ, എവറിത്തിങ് പെർഫെക്റ്റ്. ഇനി നമുക്ക് ഫിഷ് എടുക്കാം.
ഒരു തക്കാളി മതിയാ? മതി. ബസ് അപ്പോ കാലിയാണ് ഇങ്ങനെ വെച്ച് നിൽക്കണത് കാണാം. നമ്മൾ നീ എത്ര സവാള എടുക്ക്? 2 സവാളം ഒരു തക്കാളി വെച്ചിട്ടാണ് കറി വെക്കാൻ പോണേ. ഇച്ചിരി ഫിഷ് ഉള്ളു, നമുക്കത് പോതും. ഞാൻ ഇവിടെ ലോങ്ങിൽ എന്താ വെച്ച മീൻസ് ഇവിടെ ഇത് വെച്ച നമ്മൾ കാണൂല. മുകളിലോട്ട് വേറെ സ്പേസ് ഇല്ല, അവിടെ തന്നെ വെക്കണം വിൻഡോയില്. അപ്പോ അങ്ങനെ എനിക്ക് വിഷപ്പെട്ടില്ലേ കണ്ടുകൂടെ തലവേദന എടുക്കട്ടോ. ഒന്നാമത് അലർജി ആയി, അതിന്റെ ഇടയിൽ ഈ തലയിൽ എണ്ണ ഇട്ടിട്ടുണ്ട്, അതിന്റെ തലവേദന. 1.5 മണിക്കൂറിൽ അപ്പോ നമ്മളിത് അല്ല കറി 5 മിനിറ്റിൽ വെക്കും, 5-10 മിനിറ്റിൽ വെക്കും. ഇപ്പൊ ഫ്രൈ റെഡിയായി ഇതായി. ചോറ് എന്താ ഞാൻ ചിലപ്പോ അപ്പത്തെ ആന്റിയുടെ വീട്ടിൽ ചോറ് ഇട്ട് കറി 12 മണിയാകുമ്പോ തന്നെ ചോറൊക്കെ റെഡി. നീ ചോദിക്കണ്ട, എല്ലാരും ചോദിച്ചൊരാക്കട ഞാൻ ചോദിക്കട്ടെ. ചട്ടിയിൽ കറി വെക്കാം, ചട്ടിയിൽ. ഓക്കെ, കണ്ണേരിയാണ് കണ്ണൂട്ടിരിക്കണം. എനിക്ക് ഫിഷ് കറിയൊക്കെ ചട്ടിയിൽ വെക്കാനാണ് ഇഷ്ടം. ബീഫൊക്കെ ചട്ടിയിൽ വെക്കണമെന്നുണ്ട്, പക്ഷെ കത്തിപ്പോ ബീഫിന് ഭയങ്കര വേവല്ലേ. വേവിച്ചിട്ടാണ് ഈ ചട്ടിയിലിട്ട് തട്ടണം. ഫീൽ ഉണ്ടാവില്ല ചട്ടിയിൽ തന്നെ. അങ്ങനെ പിടിക്കും. വേവിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? തിളപ്പിക്കാനായിട്ട് അരിയിട്ടുണ്ട്. അപ്പൊ ആ ചട്ടിയിലെ ഫ്ലേവർ ഇതും കൂടി പിടുന്ന പിടിക്കും. മസാല ഇതിലാക്കിട്ടല്ലേ? നല്ലോണം തിളപ്പിക്കണം. അപ്പൊ ആ ചട്ടിയുടെ ഇത് കയറിക്കോളും. അപ്പോ ഫ്രൈക്കുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ യൂഷ്വലി വെക്കണ പോലെ പൊളി ഫ്രൈ അല്ല വെച്ചത്, ഇത് പൊളിയില്ലാത്തൊരു ഫ്രൈ ആണ്. പക്ഷെ സ്റ്റിൽ ഫിഷ് ഫ്രൈ വാട്ട് എവർ നമ്മൾ കഴിക്കും എങ്ങനെയാണെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി, ഞാൻ ചോറ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അവര് എപ്പോഴും ഇങ്ങനെ ലഞ്ച് വേണോ അങ്ങനെ ഒന്നുമില്ല. ലഞ്ച് കൊണ്ടുപോകുന്നുണ്ട് വന്നിട്ട് പിന്നെ എന്തെങ്കിലും. And you guys know Zaigu is in tight. സൈഡ് ആയിട്ടില്ല. നിങ്ങൾ എല്ലാരും പറയാനുണ്ടായിരുന്നല്ലോ ആ കുട്ടി ഭയങ്കര കൈവിട്ടു പോകുന്നു. പക്ഷെ സ്വന്തം കുട്ടിയായി പോയില്ലേ. എന്താ പോട്ടെ, എല്ലാരും പറയും. ഞാൻ ഇത് ആരെങ്കിലോടും ഫ്രണ്ട്സിനോട് ആരെങ്കിലോടൊക്കെ പറയുമ്പോ തന്നെ പറയും, ഓ ഇടിയോടും കൊച്ചല്ലേ, അതൊരു പ്രായം എത്തുമ്പോ അതറിയാം. പക്ഷെ ആ പ്രായം എത്താൻ ആള് വേണ്ടേ? അതുമല്ല, പെട്ടെന്ന് കേട്ടിട്ടില്ലേ ഇങ്ങനെ പെട്ടെന്ന് ഒരു വയ്യായിക ഹാർട്ടിന്റെ പ്രോബ്ലം വന്നി, പിള്ളേർക്കൊക്കെ പെട്ടെന്ന് കൊളസ്ട്രോള് കൂടണം, പിന്നെ എന്താ ഷുഗർ വന്നി. അപ്പൊ നമ്മ വലുതാവുമ്പോ തടി ഓലെന്ന് പറയുമ്പോ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നാല് അവൻ തന്നെ കഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി അവന് കുറച്ച് വിഷമമുണ്ട്. നമ്മുടെ ജങ്ക് ഫുഡ് കഴിക്കാത്തതിനും ഷുഗറൊന്നും ഇൻടേക്കൊക്കെ ഇല്ല. സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സൊക്കെ കൊടുക്കണ്ടെന്ന്. എന്നാലും നമ്മ മാക്സിമം ഇവിടെ കൺട്രോൾ ചെയ്യിക്കണേ. അപ്പൊ ഇന്നലെ കുക്കുമ്പറൊക്കെ അരിഞ്ഞു കൊടുത്തിട്ട് ബാക്കി കുക്കുമ്പറ ഞാനത് തിന്നണായിരുന്നു. കുറച്ച് കുക്കുമ്പർ വെച്ചിരുന്നു, ബാക്കിയുടെ ബാലൻസ് അത് എനിക്ക് വേണ്ട. അപ്പൊ ഇന്ന് ഞാനൊന്നും മുമ്പിൽ അങ്ങനെ കഴിക്കാറില്ല. ചിലപ്പോ സങ്കടം വരും. ഒരു ബായ് പറഞ്ഞു പൊക്കോളൂ. നമ്മള് വ്യൂവേഴ്സിനൊരു ബായ് പറയാം. വ്യൂവേഴ്സിനൊരു ബായ് പറഞ്ഞു ഞാൻ പോണേ. ഫുൾ ബിസി മാൻ. ഇനി ക്യാമറ തപ്പിട്ട് കാര്യമില്ല, ഞാൻ പഠിച്ചു കഴിഞ്ഞ കാര്യമുണ്ട്. പക്ഷെ കളർ ഇച്ചിരി പോയി. ബേക്കിംഗ് സോഡ എല്ലാം ഇട്ട് സോപ്പ് പൊടി ഇവരൊന്നും കവറിലൊക്കെ പെയിന്റ് അടിച്ചിട്ടാ വീട്ടിലോട്ട് അയക്കണം തോന്നുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഹൽവ ഏതാ? ബ്ലാക്ക് ഹൽവ, കറുത്തലുവ, ഉപ്പൊക്കെ സ്പെഷ്യൽ ചോദിക്കും. ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഗോതമ്പലുവ ഇഷ്ടമാണ്. അതും കൊള്ളാം. ഗോതമ്പലുവേ നല്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കറുത്തലുവ. എന്റെ ഇഷ്ടം പറഞ്ഞൂടെ? നിന്റെ ഇഷ്ടം പറഞ്ഞോളൂ. വന്നിടി ഗൈസ്. അല്ല കറുത്ത അലുവ ചില അലുവൊക്കെ ഉണ്ട് നല്ല പഞ്ഞിക്കട്ട പോലെ ഇരിക്കും. ഈ അലുവയും കൊള്ളാട്ടാ. അജാന്റെ കൊണ്ടുവന്ന ആന്റി ഇവിടെ വരും കഴിഞ്ഞ സാധനങ്ങളായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ക്യാമറ നല്ല കംഫർട്ട് ഉണ്ട്. പുറത്തന്നെ നിർത്താൻ തോന്നില്ല. അടിപൊളി. ഇപ്പൊ ഫോൺ രണ്ടു ദിവസം പറഞ്ഞോണ്ടിരിക്കണ അടിപൊളി നിങ്ങൾ യൂസ് ചെയ്തോണ്ട് രണ്ട് നല്ല കഷ്ടമാണല്ലോ. നല്ല ഹൈറ്റ് ഉള്ള അമത്തെ പച്ചന അത് കൊണ്ടിട്ട് എന്ത് ചെയ്യണം? കണ്ടില്ലേ നമ്മുടെ കിഡിലൻ
ഫിഷ് കറി തുറന്നപ്പോൾ തന്നെ ഒരു കിഡിലും വേണം കേട്ടോ. യാമി. ഫിഷ് കറി റെഡിയാണ്. അപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തവ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എന്തൊഴിക്കണം? ഓയിൽ ഒഴിക്കണം. വെള്ളം പൊട്ടിത്തെറിച്ചില്ല മതി ഗൈസ്. കുറച്ച് ഓയിൽ. പിന്നെ ഇത് ചൂടാകുമ്പോൾ നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഫിഷ് കണ്ടില്ല ഇവിടെ മസാല ചെയ്ത് വെച്ച് നല്ല പിടിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വിഷം എന്നിട്ട് തലവേദന എടുത്തിട്ട് വയ്യ. നല്ലോണം പിടിക്കണം. ഒന്നിച്ച് തട്ടി ഗൈസ്. അടിപൊളി. ഇത് ഫ്രൈ ഗൈസ്. അപ്പോൾ ചോറ് റെഡിയാണ്. ചോറ്, ഫിഷ് കറി ആൻഡ് ഓ മൈ ഗോഡ് പോയി ഗൈസ് നമ്മുടെ ചോറ്. യെസ്, ബാക്ക് ടു ചോറ്. കറിയുടെ ഫിഷ് ഞാൻ എടുക്കൂല, ജസ്റ്റ് കറി ആൻഡ് ഫ്രൈ. ഇതിന് അടിച്ച് പൊളിച്ചിട്ട് വരട്ടെ ഗായ്സ്. അപ്പോൾ എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ആക്ച്വലി ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഈവനിങ് ആയി. സോ ബേബി നേരത്തെ പോയല്ലേ, നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഒഴിക്കണ ബേബിയാണ്. ബേബി ഇല്ലാത്തപ്പോൾ ഞാൻ ഒഴിക്കും. അപ്പോൾ നമുക്ക് ആ പണി ചെയ്യാം. എബ്രു നല്ല ഉറക്കം. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഓണാക്കും. കണ്ടില്ലേ, സോന അപ്പുറത്ത് ആൻറ്റിയുടെ വീട്ടിലാണ്. ഈവനിങ് ടൈം നമ്മൾ അങ്ങോട്ട് പോവും. ബട്ട് ഇന്ന് എനിക്ക് ടൈമില്ല. എബ്രു ഉറങ്ങി. ഞാൻ മെയിൻലി എബ്ബുനെ കളിപ്പിക്കാനല്ലോ പോണേ. അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഇവിടെ വെച്ചാലോ ക്യാമറ? ഞാനെന്താ പറഞ്ഞു? ഓക്കെ, വാവ്, ദിസ് ഈസ് ഗുഡ്. ഞാൻ എബ്രുവിനെ കളിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പുറത്ത് പോണത്. അന്വേഷിച്ചൊക്കെ പടർന്ന് കൊപ്പടായിരിക്കും. പക്ഷെ ഇന്ന് കറക്റ്റ് ടൈമിൽ എബ്രു ഉറങ്ങി. ബിക്കോസ് ഡേ ടൈം അവൻ ഉറങ്ങിയിട്ടില്ല. ഒരു 5 o'clock ആയി. അപ്പോൾ ഹി സ്ലീപ്പിങ്. അവനെ ഉറക്കിയിട്ടാണ് ഞാൻ വന്നത്. സുനു സൈബൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. മദ്രസ് അറ്റൻഡ് ചെയ്യും അവർ. അപ്പോൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ ലേറ്റായി. പുറത്തു പോയതുകൊണ്ട് കറി ലേറ്റായി, ലഞ്ചും ലേറ്റ്. അപ്പോൾ അത് കഴിച്ച് വന്നാൽ എനിക്ക് വേറെ പൊട്ടാറായിരിക്കും. അടിപൊളി സ്പൈസി മീൻ കറി നല്ല ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രൈ ഞാൻ എപ്പോഴും വെച്ച പോലെ ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഹരിപരി ആയിട്ട് വെച്ചത്. എനിക്കത്ര ഇഷ്ടമായില്ല. എൻ്റെ ഒരു ഫ്രൈഡ് ടേസ്റ്റ് വന്നിട്ടില്ല. ഇറ്റ്സ് ഓക്കെ, ഇവർക്ക് ഇഷ്ടമാവും. പക്ഷെ എനിക്കത്ര ഇഷ്ടമായില്ല. ഞാൻ ഇതുകൊണ്ട് കണ്ണെഴുതും. അതൊക്കെ പിന്നെ അതൊരു ഒരാഴ്ചത്തേക്ക് ഞാൻ എത്ര മുഖം കഴുകിയാലും ഭയങ്കര കറുത്തുണ്ടാവും കണ്ണിൻ്റെ ഇടയൊക്കെ. എനിക്ക് ഓൾറെഡി ഡാർക്ക് സർക്കിൾ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ സുനു, സൈഗു മദ്രസ, സോനു അപ്പുറത്ത് ആൻറ്റിൻ്റെ വീട്ടിൽ, എബ്രു ഉറക്കം, ഞാനിവിടെ ചെറിയൊരു പണിയിൽ. ഇത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ടേക്ക് ബാത്ത്. ഇന്ന് ലേറ്റായി, എല്ലാ കാര്യങ്ങളും ലേറ്റായി ഗൈസ്. ഇല്ലെങ്കിൽ നമ്മൾ
രണ്ടുപേരും, ഞാനും സോനും രണ്ടുപേരും അപ്പുറത്ത് പോവാൻ്റെ അടുത്ത് സംസാരിക്കാൻ. ഇപ്പോൾ ആ ടൈമിൽ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ മദ്രസ ഇപ്പോൾ ഒരു 5:30 ആകുമ്പോൾ കഴിയുമ്പോൾ ജായിക്കും നമ്മൾ ജോയിൻ ആവും. സോനു പിന്നെ റെയറാണ്, അങ്ങനെ പുറത്ത് വരാറില്ല. അത് ഉള്ള ടൈമിൽ പഠിച്ചിട്ടൊക്കെ കഴിയണമെങ്കിൽ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. അവർക്ക് അതാണ് ഇഷ്ടം. ആക്ച്വലി ഔട്ടിങ് പോകണപ്പോൾ ഒരു ഇഷ്ടമല്ല ഇപ്പോൾ ഒക്കെ. സോ അവർക്ക് തന്നെ നമ്മൾ പോകുന്നില്ല, കുറവാണ് ആക്ച്വലി ഇപ്പോൾ പോകുന്നത്. ഇനി ഇത് വാട്ടറിങ് ചെയ്തിട്ട് വേണമെന്ന് ഫ്രഷ് ആവാൻ. തലയിൽ ഓയിലൊക്കെ ഇട്ടിരിക്കണം രാവിലെ തന്നെ, അതിൻ്റെ തലവേദന ഉണ്ടായിരിക്കും. നല്ലൊരു വെതറാണ്. ഐ തിങ്ക് മഴ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനെപ്പോൾ ഇങ്ങനെ മോംസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബേബീസ് ഉറങ്ങുമ്പോൾ നമ്മളിങ്ങനെ നേരത്തെ ഞാൻ മീൻ കറി വെച്ചിട്ട് പോയല്ലോ, അപ്പോൾ തന്നെ മുകളിൽ വന്നിട്ട് ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിക്കൽ, തുടക്കൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഡ്രസ്സൊക്കെ മടക്കി വെക്കൽ, അതൊക്കെ ചടപടേന്ന് ചെയ്ത് മീൻ കറി തിളക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ സോണിൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞത്. ഫുള്ള് തിളക്കണാണെങ്കിൽ മീൻ വേവണാണെങ്കിൽ ഓഫാക്കിക്കുമോ, അല്ലാടി പിടിക്കുമല്ലോ ചട്ടി. ആ ടൈമിൽ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ടൈമിലൊന്നും വീഡിയോ എടുത്തില്ല, ബിക്കോസ് ഐ വാസ് ടോട്ടലി ബിസി, ഒരു ഹരിവരിയായിരുന്നു. അതുകൊണ്ട് ആ പണിയൊക്കെ പെട്ടെന്ന് ഞാൻ തീർത്തു. എനിക്ക് ഈ തുടച്ച് അടിച്ചില്ലെങ്കിലൊക്കെ ഒരു രസം ഉണ്ടാവില്ല, കാലിലാണ് പിടിച്ചിരിക്കുന്നത്. നീറ്റ് വേണം വീട് കാണാൻ, അപ്പോൾ നമുക്കൊരു പീസ്ഫുള്ളല്ലേ ഇരിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ ചെയ്യും. എബ്രു ഉറങ്ങുമ്പോൾ ചിലപ്പോൾ എബ്രു രാവിലെ ലേറ്റ് ആയിരിക്കും എണീക്കണം, അപ്പോൾ ഞാൻ നേരത്തെ എണീച്ചിട്ട് അത് ചെയ്യും. ഇറ്റ് ഡിപ്പെൻസ്, ഒരു പെർട്ടിക്കുലർ ടൈം വെക്കാൻ പറ്റില്ല പണിക്ക്. എൻ്റെ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് ഓൺ ഹിസ് എന്താ പറയുക ടൈമിങ്സ്. ഇപ്പോൾ ഉറങ്ങുന്ന ടൈമിങ്ങിലായിരിക്കും അതൊക്കെ ചെയ്യണത്. ഞാൻ എല്ലാ മോംസ് അങ്ങനെ ആയിരിക്കും. എബ്രുവിനെ കറിയിപ്പിച്ചിട്ട് ചെയ്യാനൊന്നും എനിക്കിഷ്ടമല്ല ഒന്നും. ഹി ഷുഡ് ബി സോ കംഫർട്ടബിൾ. അവനിരിക്കുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. പിന്നെ അവന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ ആക്ച്വലി. എല്ലാവരും എൻ്റെ അടുത്ത് പറയും, ബിക്കോസ് ഹീസ് എ സ്ലോ ആണ് എബ്രു കഴിക്കണം ആക്ച്വലി. ഒരു 1 hour ഒക്കെ എടുക്കും ഇച്ചിരി ഫുഡ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും എൻ്റെ മമ്മ ആവട്ടെ സോനു എല്ലാവരും പറയും, നീ ആദ്യം കഴിക്കും, നീ പെട്ടെന്ന് കഴിച്ച് തീരുമല്ലോ. നമുക്കാണ് വലിയ ആൾക്കാർക്ക് ഒരു 5-10 minutes മതിയല്ലോ. ഞാൻ പിന്നെ ഫോൺ TV അങ്ങനെ ഒന്നും നോക്കാറില്ല കഴിക്കുന്ന ടൈമിൽ, കഴിച്ചെണീക്കും പെട്ടെന്ന്. അപ്പോൾ നീ പെട്ടെന്ന് കഴിച്ചെണീച്ചിട്ട് അവന് കൊടുത്താൽ മതി എന്ന് പറയും. ബട്ട് സ്റ്റിൽ മൈ ഹാർട്ട് ഡസൻറ്റ് എഗ്രി ഫോർ ദാറ്റ്. അപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അവന് കൊടുത്ത് കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എത്ര ലേറ്റ് ആവണമെങ്കിൽ ഞാൻ അവന് കൊടുത്തിട്ട് ഞാൻ കഴിക്കുള്ളൂ. ഇങ്ങോട്ട് എന്താ കോൺസെൻട്രേഷൻ മീൻസ് ഫുള്ള് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. കൂടിപ്പോയാൽ ചെടികൾ നശിയും, കുറയാനും പാടില്ല. അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ഇങ്ങോട്ട്. അൾഷോയും ഈ ചെടികൾക്കാണ് ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. ഇനി നിങ്ങളടുത്ത് സംസാരിച്ചിട്ട് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ ചെടികളൊക്കെ. അയ്യോ പുറത്താണല്ലോ പോണേ, ക്യാമറ നോക്കി വയ്ക്കും. ഓക്കെ വലുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ വെള്ള ഒഴിക്കൽ പരിപാടിയൊക്കെ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുക. ഐ ആം സോ ടയർഡ് ആക്ച്വലി. എന്ത് പറ്റി, ഒരു ടയർഡ് ഫീൽ ഉണ്ട്. അപ്പോൾ കുളിച്ചാൽ ശരിയാവും ചിലപ്പോൾ. സോ ഐ ടേക്ക് ബാത്ത് ആൻഡ് കം ബാക്ക്. ഗൈസ്, അപ്പോൾ കുളിച്ചു ഫ്രഷായി വന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 6 മണിയായി. ആക്ച്വലി ഇതല്ല ആക്ച്വൽ ടൈമിങ്സ്, പറഞ്ഞല്ലോ ഓരോ ദിവസം ഓരോ ടൈപ്പ് ആയിരിക്കും. പക്ഷെ മാക്സിമം എൻ്റെ ഉച്ച ആകുമ്പോൾ കുളിയൊക്കെ കഴിയും. പക്ഷെ ഇന്ന് മൊത്തത്തിൽ തിരക്കായി പോയി, ലേറ്റായി പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. യെസ്, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം. ഫുൾ പണിയായിരുന്നല്ലോ. എപ്പോൾ എണീച്ചിട്ടില്ല ഇതുവരെ. ലെറ്റ് ഹിം സ്ലീപ്പ് പീസ്ഫുള്ളി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരിക്കട്ടെ, എന്തെങ്കിലും കുടിക്കുകയൊക്കെ ചെയ്യണം. ഭയങ്കര എരിവായിരുന്നു കറി, നല്ല ടേസ്റ്റ് ആയിരുന്നു, പക്ഷേ എരിവായിരുന്നു, നെഞ്ചിരിയാണ്ട്. സോ ഹാവ് ടു ഡ്രിങ്ക് സംതിങ് കൂൾ. അപ്പോൾ നമുക്കിനി നാളെ കാണാം അല്ലേ. സോനും ബിസിയാണ്, പിള്ളേരെ ഇപ്പോൾ ട്യൂഷനൊക്കെ കൊണ്ടാക്കണം. സോ ആ കാര്യത്തിൽ ബിസിയാണ്. സോ ഐ തോട്ട് ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വ്ളോഗ്. സോ
ഇനി ഡെയിലി ചെയ്യുമെന്നാണ് തോന്നണേ ക്യാമറ കണ്ടിട്ട് ഇൻഷാല്ല നോക്കാം. ചിലപ്പോൾ മടി പിടിക്കും, ചിലപ്പോൾ വേറെ പണിയൊക്കെ ഉണ്ടാവും. ഇൻഷാല്ല ഐ ട്രൈ ഡൂയിങ് ദ വ്ളോഗ് ഡെയിലി. സോ യു ഗൈസ് സ്റ്റേ ട്യൂൺഡ്, വിൽ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Bye guys, love you all. Bye.